എത്തുമെന്ന് തോന്നുന്നു, പക്ഷെ എത്തില്ല. യെസ് യെസ് യെസ്. വീഡിയോ വീഡിയോ. നമ്മളിന്ന് എവിടെ വന്നിരിക്കുന്നു? മീശ പുലിമല ട്രക്കിംഗ് ഡേ 1. നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൂ. ആരാ? സ്വാതി, പിന്നെ ആരാ? നിതിൻ, പിന്നെ 2 പേര് കൂടെ ഉണ്ട്. അതൊക്കെ അത്രയും നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. എവിടെ? അയ്യോ, ഒന്നും കാണാൻ പറ്റാത്ത മൂന്നാർ. എന്തിങ്ങനെ? നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക് പോകുന്നു ഇൻ ദാറ്റ് ജീപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയിരിക്കുന്നു. ഓക്കെ, നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, സച്ചിൻ സോളമൻ. അപ്പുറത്തെ സൈഡ് കാണിക്കൂടാ, മൂക്കിലൊരു ബൾബും കത്തിച്ച് വന്നിരിക്കുക. നോക്കുന്നില്ല സൈഡ്. ഭർത്താവിനെ കണ്ടു, ഭർത്താവ് നമുക്ക് ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് നേരെ സൈലൻറ്റ് വാലി വില്ലേജിലെത്തി. ഇവിടെ നമുക്കൊരു 30 to 45 മിനിറ്റ്സ് ടീ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അതൊക്കെ ഫ്രീ ആണ് കേട്ടോ, ടീമിൻ്റെ വകയാണ്. പിന്നെ സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം സ്വന്തം കയ്യിൽ നിന്ന്. പിന്നെ നമുക്ക് സൈലൻറ്റ് വാലിയുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ നേരെ മീശപ്പുലിമല ബേസ് ക്യാമ്പിലേക്ക് പോകും. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ഞങ്ങളിവിടെ ഫോട്ടോയൊക്കെ എടുത്ത് കാഴ്ചയൊക്കെ കണ്ട് നിന്നു. എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടല്ലോ? ആർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ കുഴപ്പമില്ല. ബുദ്ധിമുട്ടില്ലല്ലോ? ഈസി അല്ലേ? ഈസിയല്ലേ? സച്ചിനെ ഇങ്ങനത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? വണ്ടി അങ്ങനെ നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിലെത്തി. ഇവിടെയാണ് നമുക്ക് ലഞ്ച് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടെൻറ്റ് സ്റ്റേ എല്ലാം ഇവിടെയാണ്. ഇപ്പോൾ നമ്മളവിടെ എത്തിയതേ ഉള്ളൂ. ഒരു 1:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ ലഞ്ചിന് നമുക്ക് സ്പെഷ്യലായിട്ട് ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ അതുകൂടാതെ നമ്മുടെ നാടൻ പുട്ടും കടലക്കറിയും ഉണ്ടായിരുന്നു. അത് കാലത്തെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമുക്ക് ടെൻ്റ് അലോക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് 3 പേർക്ക് ഒരു ടെൻറ്റ് സ്റ്റേ വെച്ചിട്ട് ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നു. ഇനി ടെൻറ്റിൽ പോയി നമ്മൾ ബാഗ് വെച്ച് ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ട്രക്കിങ് കൂടി ഉണ്ട്. നമ്മളിപ്പോൾ കുറിഞ്ഞി വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു കാര്യം, ഞങ്ങളോട് 500 മീറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറഞ്ഞു അങ്ങോട്ട് 2.5 ഇങ്ങോട്ട് 2.5, മൊത്തം 5 കിലോമീറ്റർ. ഇത്രയും പേരുണ്ട് പുറകെ. ഫ്രണ്ടിലുള്ളവരെയും കാണിച്ചു. ശ്വാസം മുട്ടാൻ തുടങ്ങി, നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പോകുന്നു ഫസ്റ്റ് സച്ചിൻ സോളമൻ, വിസ്മിത വിനോദ്, പിന്നെ ഞങ്ങൾ ആരൊക്കെയോ പുറകിലുണ്ട്. അർശ്വിൻ, ആർ യു എക്സൈറ്റഡ്? ഈ തണുപ്പത്ത് കുറിഞ്ഞി വാട്ടർഫോൾസിൽ കുളിക്കാൻ താങ്കൾ എക്സൈറ്റഡ് ആണ്?
ഗൈസ് നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. വാവ്, ഇതാണ് മല. ഇതാണ് കുന്ന്. ഈ കുന്നിലേക്ക് കയറിയാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, നമ്മൾ അങ്ങോട്ടേക്കാണ് കയറുന്നത് അല്ലേ. ഇനി കുറച്ച് വെറുപ്പിക്കും. ഓക്കെ, എത്ര കിലോമീറ്ററായി? 300 മീറ്റർ. നമ്മൾ 300 മീറ്റർ കഴിഞ്ഞു. പക്ഷെ ഒരു 5 കിലോമീറ്റർ നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 300 മീറ്റർ നടന്നപ്പോഴേക്കും ബാഗൊക്കെ മാറിക്കൊണ്ട് ഇത് വെച്ചിട്ട് നാളെ ഞാൻ എവിടം വരെ എത്തും എന്ന് എനിക്കറിയില്ല. മിക്കവാറും സൺറൈസ് റെസ്റ്റ് എടുക്കും. പക്ഷെ എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. ചായ ഞാൻ കുടിക്കില്ല, ബിസ്ക്കറ്റ് കഴിക്കില്ല. കുറിഞ്ഞി വാട്ടർഫോൾസ്. മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ല, എന്തോ പതപ്പിച്ച് വിടുന്ന പോ. ടയർഡാണോ? ഓക്കെ, ടയർഡാണോ? ടയർഡാണോ? അല്ല അല്ല അല്ല. ഗൈസ്, ഐ എം ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻ. ഇല്ലല്ലേ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, നിസ്സാരം. ഓക്കെ, അവളെടുത്തുണ്ടോ? ഹേ ഗൈസ്, കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ 2 പേരെ ഇവിടെ കളഞ്ഞു കിട്ടി. ഗൈസ്, എങ്ങനെയുണ്ട്? വയ്യാണ്ടായോ? ഗൈസ്, ഇതാ ഇവിടെ വിക്രാസും സർക്കസും കാണിച്ചുകൊണ്ട് അതിസാഹസികമായി കിതച്ചിട്ട് നിൽക്കുകയല്ല, ഇറക്കമാണെന്ന് പറയാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയും, ഞാൻ ആദ്യം എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ സോളോമേനും. ഇതാ നമ്മൾ കൂരിരുട്ടായ കാട്ടിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇരുട്ട് വന്ന് നമ്മുടെ വഴിയെല്ലാം മൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇറങ്ങുന്നൊക്കെ കയറേണ്ടി വരും. എസ്തെറ്റിക്. യെസ് ബോസ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, നോക്കി പോവാ. ഇവിടെ നോക്കി വന്നു. എത്തിയാ? യെസ് യെസ് യെസ്, നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യെസ് യെസ് യെസ്. ഏയ്, ഒന്നുകൂടി പറ. തള്ളണ്ട, പോവാ. ഒപ്പം പോവാം. പിക്നിക് സ്പോട്ട്സിലൊന്നും ഹൈലിംഗ് -60 ഡിഗ്രിയിലൊക്കെ അവിടെ ബ്രെയിൻ
തണുക്കണു പറഞ്ഞിട്ട് സച്ചിന രണ്ടെണ്ണം കൂടെ തണുക്കണു പറഞ്ഞ് നിൽക്കുക. ഗൈസ്, നിങ്ങളിപ്പോൾ കുറിഞ്ഞി വാട്ടർഫോൾസിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാണ് ആ വാട്ടർഫോൾസ്. വാട്ടർഫോൾസ് എങ്ങനെയുണ്ട്? മീനോ? വാട്ടർഫോൾസ് എങ്ങനെയുണ്ട് ഗൈസ്? കാണാൻ കൊള്ളാം, പക്ഷെ ഇറങ്ങാൻ വയ്യ. ആകാശം മാത്രം ഇറങ്ങി, വേറെ ആർക്കും ഇറങ്ങാൻ വയ്യ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിവിടെ മഞ്ഞിൽ പെടാനായിട്ട് പോവുകയാണ്. അവിടുന്ന് കോട വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നമ്മളിപ്പോ എവിടെയാന്നുള്ളത് ചോദിക്കാം. എവിടെ കൈ വിറയ്ക്കുന്നത് കൊണ്ട് വീഡിയോയ്ക്കും ഒരു വിറ വരുന്നുണ്ട്. ഞങ്ങൾ ആ സാധനം കണ്ടുപിടിച്ചു. നീലക്കുറിഞ്ഞി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു, അറിയില്ല. ടഫായി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അവിടെ ഒരു കോട. ഇതേ അവിടെ കുറെ പേർ നടന്നു പോകുന്നു. ഇതാ അവിടെ ഒരു കോട. താഴെ എത്തുമോ എന്നറിയാതെ നമ്മൾ ബാഗിൽ തൂക്കി ഒന്നിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതാണ് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം. ഇവിടെ എവിടെയോ കറങ്ങി നടക്കുന്ന കണ്ട്. യെസ്, അറ്റ് ലാസ്റ്റ് വി ഫൗണ്ട് ദാറ്റ്. ഇതിന്റെ പേര് എന്തോ റോഡോട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പേരെന്താന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി പറയുന്നതാണ്. ഏയ് നീലു, പാട്ടുപാട്. ഗൈസ്, ടു 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 എന്ന് പറഞ്ഞ കുട്ടികൾ പാടുന്ന പാട്ട്, അതേത് പാട്ടാന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഈ ദുരന്തത്തിന് പറഞ്ഞെടുത്താൽ മതി. പിള്ളേർ പാടണ ഏത് പിള്ളേരാണ് പാടിയത്? കൊച്ചു പിള്ളേരിലാണ്. ഇനി പിള്ളേർ വലിയ പിള്ളേരൊന്നും ഇല്ല. ഇമാതിരി ലൊട്ടുപാട്ട് പാടാൻ. അയ്യേ, ഇതിനാണ് നീ ഇത്ര നേരം ടു 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നെ. ആടാ ടു ആ പാടിക്കോ. ആ പാട്, ഫസ്റ്റ് തൊട്ട് പാട്. ഒന്നുകൂടി പാട്, ഒരു വട്ടം മതി. സൗണ്ടിൽ പാട്. ഇതാ എല്ലാം ഡ്രസ്സെല്ലാം തോരിയിട്ട് വായും പിടിച്ച് നോക്കിയിരിക്കുകയാണ്. ഇതാ ഈവനിങ്ങിൽ നമുക്ക് ഒരു ക്ലൗഡ് ബെഡ് ദൃശ്യമായിരിക്കുന്നു. തണുക്കുന്നുണ്ടോ? ആരാ പറഞ്ഞ? ഓക്കെ, നമ്മളപ്പോൾ കുറിഞ്ഞി വാട്ടർഫോൾസ് ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ക്യാമ്പ് ഫയർ ആണ്. അപ്പോൾ നമ്മുടെ ടീം അവിടെ വിറകും സാധനമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. ക്യാമ്പ് ഫയറിന് നമ്മളവിടെ എല്ലാവരും 2 ടീമൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അന്താക്ഷരിയൊക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 8 o'clock ആയപ്പോൾ നമുക്ക് ഡിന്നർ കിട്ടി. ഡിന്നറിന് ചിക്കൻ, ചപ്പാത്തി, ചോറ്,
പൈനാപ്പിൾ ഇതൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർ സ്ലീപ്പിംഗ് ബാഗ് പ്രൊവൈഡ് ചെയ്യും. നമ്മളതും കൊണ്ട് നമ്മുടെ ടെൻറ്റിൽ പോയിട്ട് നമുക്ക് സുഖമായി പുതച്ച് കിടന്ന് ഉറങ്ങാം. നമുക്ക് ഏർലി മോർണിംഗ് 4:30 കഴിയുമ്പോൾ എണീക്കണം. അപ്പോൾ ബാക്കി വിശേഷം നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.